കോട്ടയം തിരുവാതുക്കലിൽ ഇരട്ടക്കൊല നടന്ന വീട്ടിലെ കിണർ പരിശോധിക്കുന്നു. തെളിവുകൾ കണ്ടെത്താനാണ് പരിശോധന. വ്യവസായി വിജയകുമാറിനെയും ഭാര്യ മീരയുമാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അമ്മിക്കൽ ഉപയോഗിച്ച് വീടിന്റെ പൂട്ട് പൊളിച്ചാണ് അക്രമി വീട്ടിൽ കയറിയതെന്ന് പോലീസ് പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർ CBI ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. വ്യവസായിയുടെയും ഭാര്യയുടെയും മരണത്തിൽ നിറയെ ദുരൂഹതകളാണ് എന്ന സാഹചര്യമാണുള്ളത്. ഇവരുടെ ഏക മകനും മരണപ്പെട്ടിരുന്നു. അതിൽ CBI അന്വേഷണം നടത്താനായി ഹൈക്കോടതി അനുവദിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വ്യവസായിയെയും ഭാര്യയെയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇത് കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിനുള്ള തെളിവ് ശേഖരണമാണ് ആരംഭിച്ചു കഴിഞ്ഞത്. മിഥുൻ അയ്യപ്പൻ കൂടുതൽ വിവരങ്ങൾ നൽകും. മിഥുൻ, പോലീസ് ഏറ്റവും ഒടുവിലായി അറിയിക്കുന്നത് എന്തൊക്കെ? പോലീസ് ഇപ്പോൾ വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ, പലതരത്തിലുള്ള അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നഷ്ടപ്പെട്ട DVR കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടത്തുന്നത്. ഈ കൊലയാളി കൃത്യം നടത്തിയതിന് ശേഷം 3 ഫോണുകളും അതുപോലെ തന്നെ CCTVയുടെ DVRകളും മോഷ്ടിച്ചാണ് കടന്നു കളഞ്ഞത്. ഈ CCTVയുടെ DVRകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. അത് കണ്ടെത്തിയാൽ കൂടുതൽ വ്യക്തമായിട്ടുള്ള വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. ഇത് ഒരുപക്ഷെ ഈ വീട്ടിൽ തന്നെ കിണറിൽ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കാമെന്നുള്ള ഒരു അനുമാനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. പോലീസ് നായ നടത്തിയ പരിശോധനയിൽ ഈ കിണറിന് സമീപം കുറച്ച് സമയം ചെലവഴിക്കുകയുണ്ടായി. കിണറിന് ചുറ്റും പല സമയം ഈ പോലീസ് നായ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കിണറിൻ്റെ തൊട്ടടുത്ത് നിന്ന് ചില കടലാസ് കഷ്ണങ്ങളും മറ്റും പിന്നെ അതുപോലെ തന്നെ കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഈ DVR ഈ കിണറ്റിൽ ഉപേക്ഷിച്ചിരിക്കാമെന്നുള്ള ഒരു സൂചനയിലേക്കാണ്, അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത്. ഒപ്പം CBI സംഘവും ഇവിടെ അന്വേഷണത്തിന് വേണ്ടി അവർ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച് മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. CBI എത്താനുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് 2017 ഈ ഇപ്പോൾ മരിച്ച ദമ്പതികളുടെ മകൻ്റെ അസ്വാഭാവികമായിട്ടുള്ള മരണത്തെ തുടർന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും അന്വേഷണം നടത്തിയെങ്കിലും അത് ഈ മാതാപിതാക്കളുടെ അപേക്ഷയെ തുടർന്ന് കോടതി CBI അന്വേഷണത്തിന് വിട്ടിരുന്നു. ആ CBI അന്വേഷണം ആരംഭിച്ച് ഏതാണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ മാതാപിതാക്കളും കൊല്ലപ്പെടുന്നത്. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഈ 2 കൊലപാതകവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് CBI സംഘം എത്തിയത്. ഒപ്പം തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഈ മരിച്ച ദമ്പതികളുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ വ്യാപകമായിട്ടുള്ള പല തട്ടിലുള്ള അന്വേഷണങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ സംശയം ഉയർന്നിരുന്നത് ഇവിടുത്തെ മുൻ ജീവനക്കാരനായിരുന്ന വീട്ടിലെ മുൻ തൊഴിലാളിയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി, അതായത് അസം സ്വദേശിയിലാണ് അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് നിലവിലിപ്പോൾ. കാരണം ഈ മാസങ്ങൾക്ക് മുമ്പാണ് മോഷണക്കുറ്റവുമായി ബന്ധപ്പെട്ട് ഇയാളെ ഇവിടെ നിന്ന് പുറത്താക്കുന്നതും പിന്നീട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പിൽ ഇവിടെ എത്തിയ അയാൾ ബഹളം വയ്ക്കുകയെല്ലാം ചെയ്തിരുന്നു എന്ന് ഇവിടുത്തുകാർ പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇയാളിലേക്ക് അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, കൃത്യം നടത്തിയ രീതി, കൃത്യത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളെല്ലാം ഈ വീടുമായോ വീട്ടുകാരുമായോ അടുത്ത ബന്ധമുള്ള അല്ലെങ്കിൽ പരിചയമുള്ള വ്യക്തി ആണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ എത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് ഈ പ്രതി ഇയാളായിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. പക്ഷേ ഇയാളെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തിയത്. ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ആണ് എന്നുള്ള വിവരം, ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ട്. ഏതായാലും ഇയാൾ ഉടൻ പിടിയിലാകുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ SP വ്യക്തമാക്കിയപ്പോഴും SP മാധ്യമങ്ങളെ കണ്ടപ്പോഴും വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച CBI അന്വേഷണം നടക്കുന്ന കേസുമായി ഇപ്പോഴത്തെ കേസിന് ബന്ധമില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ആ വിഷയം കൂടി പരിശോധിക്കുമെന്ന് ഇപ്പോൾ ഉറപ്പ് നൽകുന്നു. ഏതായാലും ഇപ്പോൾ ഈ ഒരു പകൽ അവസാനിച്ചിരിക്കുന്നു. ഈ കൊലപാതകം നടന്നിട്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടുണ്ടെങ്കിലും പ്രതിയെ പിടികൂടാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. പ്രതിയെ ഉടൻ തന്നെ പിടികൂടുമെന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്.